ആദവനാട് കോറി അപകടത്തിൽ 7 മണിക്കൂർ നീണ്ട രക്ഷാദൌത്യത്തിൽ എടുത്തു പറയേണ്ടത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ തന്നെയാണ്. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള തിരൂർ, താനൂർ, പൊന്നാനി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ, സ്കൂബ സംഘങ്ങൾ ഉൾപ്പെടുന്ന സംഘമായിരുന്നു 7 മണിക്കൂറോളം നീണ്ട രക്ഷാദൌത്യത്തിൽ കഠിന പ്രയത്നത്തിലൂടെ ലോറി കണ്ടെടുക്കുന്നതും ഏറ്റവും ഒടുവിൽ മുസ്തഫയുടെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരുന്നതും. ഉദ്യോഗസ്ഥർ ഈ ഒരു ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാർ, തിരൂർ യൂണിറ്റിൻ്റെ ചീഫാണല്ലേ? ഇതിപ്പോൾ നിലവിൽ നമ്മളെ തിരൂർ സ്റ്റേഷൻ പരിധിയിലുള്ള സ്ഥലമാണ്. ആദവനാട് പഞ്ചായത്തിൽ വരുന്ന പരിധി കോറിയിലാണ് ഇപ്പോൾ നമ്മൾ ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ നിലവിൽ നമുക്കറിയാം, നമുക്ക് അറൗണ്ട് ഏകദേശം ഒരു മണി സമയത്താണ് നമുക്ക് സന്ദേശം ലഭിക്കുന്നത്. ഇങ്ങനെ കോറിയിൽ വാഹനം വീണ് ആളകപ്പെട്ടത് ഒരു മെസ്സേജ് കിട്ടുന്നത്. നമ്മൾ ഉടനെ തന്നെ നമ്മൾ അവിടെയുള്ള സ്കൂബ, നമുക്കറിയാം തിരൂർ സ്റ്റേഷനിൽ നമ്മൾ സ്കൂബ അംഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവരെയുമായി നമ്മൾ എന്ത് ചെയ്യുന്നു, സംഭവ സ്ഥലത്തേക്ക് വരികയും നമ്മൾ നിലവിൽ നമുക്കറിയാം കോറിയുടെ സ്വഭാവം അനുസരിച്ച് നമ്മൾ അണ്ടർ വാട്ടർ സെർച്ചിങ് മാത്രമേ അവിടെ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ നിലവിലുള്ള നമ്മുടെ റിസോഴ്സുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സ്കൂബ ടീം അംഗങ്ങളായിട്ടുള്ള ശ്രീ ഗിരീഷൻ, നസീർ എന്നിവർ അണ്ടർ വാട്ടർ സെർച്ചിങ് നടത്തി. സ്വാഭാവികം അതിൻ്റെ ശേഷം നമ്മൾ അവർ കൃത്യമായിട്ട് വെഹിക്കിൾസ് ലൊക്കേറ്റ് ചെയ്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർ ആദ്യം ഹുക്ക് ഇട്ട് വണ്ടി നമുക്ക് അവരെ ബോഡി ആളെ പെട്ടെന്ന് അതിന് റിലീസ് ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ അവർ വേണ്ടി വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതിൽ നമ്മൾ ബോഡി വെഹിക്കിൾസ് മുകളിൽ നിന്ന് വീണ ആ ഒരു ഇമ്പാക്റ്റിൽ പൂർണ്ണമായിട്ട് ചതഞ്ഞ് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ബോഡി അതിൽ പൂർണ്ണമായിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് റിലീസ് ചെയ്യൽ വളരെ ശ്രമകരമായ ദൗത്യമായിരുന്നു. അതിനടിച്ചാൽ പിന്നെ നമുക്കുണ്ടായിരുന്ന ഒരു ഏറ്റവും നന്നായിട്ട് ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ വെഹിക്കിളിനെ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് പരമാവധി വാട്ടറിൻ്റെ സർഫസിലേക്ക് ലിഫ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ബോഡി ആളെ അങ്ങോട്ടേക്ക് പുറത്തെത്തിക്കുക എന്നുള്ള ഒരു കാര്യം. അതിനുവേണ്ടിയാണ് നമ്മൾ കൂടുതൽ സമയം നമ്മൾ ചെലവഴിച്ചത്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ഒരു ശ്രമം നടത്തി. അൺഫോർച്ചുനേറ്റ്ലി അത് പൊട്ടി പിന്നെ എന്ത് ചെയ്തു, പരാജയപ്പെട്ടു. പിന്നീട് നമ്മൾ വളരെയധികം, പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ നാട്ടുകാരുടെയും എസ്പെഷ്യലി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെയും എല്ലാം വളരെ നല്ല സഹായം ഉണ്ടായിരുന്നു. പോലീസിൻ്റെയും വളരെ നല്ല സഹകരണം നമുക്ക് ഉണ്ടായി. പ്രത്യേകിച്ച് നാട്ടുകാരുടെ സേവനം എടുത്തു പറയേണ്ടതാണ്. എല്ലാ രൂപത്തിലും അവർ സഹായിച്ചു. പിന്നീട് നമുക്കറിയാം തീർച്ചയായിട്ടും നമ്മുടെ ബഹുമാനപ്പെട്ട DFOയുടെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്തത്. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട താനൂർ സ്റ്റേഷൻ ഓഫീസർ ഉണ്ടായിരുന്നു. പൊന്നാനി ഒരു ഉദ്യോഗസ്ഥനെന്തോ പരിക്കേറ്റു എന്നുള്ളൊരു സംഭവമൊക്കെ കേട്ടിരുന്നു. ഇല്ല, അത് നമ്മുടെ ലൈഫ് ബോയ് കൊടുക്കുന്നതിൽ ഉണ്ടായിരുന്ന ചെറിയൊരു ആശയവിനിമയത്തിൻ്റെ കുറവ് കൊണ്ട് തലയ്ക്ക് ചെറിയ പരിക്കേറ്റു. അത്ര സാരമായ പരിക്കല്ല. അദ്ദേഹം ഈ ഒരു രക്ഷാദൗത്യത്തിൻ്റെ വേളയിൽ തന്നെയാണ് ദൗത്യം ആരംഭിച്ച് എത്ര സമയം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മുസ്തഫ വാഹനത്തിൽ ഉണ്ടെന്ന് കണ്ടെത്തുന്നത് സാർ? അറൗണ്ട് ഒരു പക്ഷേ നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ കൃത്യമായിട്ട് അണ്ടർ വാട്ടർ സെർച്ചിങ് നടത്തിയ സമയത്ത് തന്നെ നമുക്ക് വെഹിക്കിൾ കൃത്യമായിട്ട് നമ്മുടെ സ്കൂബ ടീമങ്ങൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് അവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്യാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചെലവഴിക്കേണ്ടി വന്നത്. അപ്പോൾ അതിൽ നമ്മൾ വലിയ ഒരു ഇതാണെങ്കിൽ കൂടി, നമ്മൾ ഇത്രയും സമയം വൈകിയാണെങ്കിൽ കൂടി, പ്രത്യേകിച്ച് നമുക്കിവിടെയുള്ള റിസോഴ്സും കാര്യങ്ങളൊക്കെ സംവിധാനം ചെയ്ത് തന്നതിൽ പ്രത്യേകിച്ച് നമ്മളെ പഞ്ചായത്ത് പ്രതിനിധികൾ വളരെയധികം അതിൽ പ്രത്യേകം അവരോട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. അവിടെ എല്ലാം കൃത്യമായ ഇടപെടൽ കൊണ്ടാണ് നമുക്ക് ഈ ദൗത്യം ഇത്ര വൈകിയ വേളയിലാണെങ്കിൽ നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്, നമുക്ക് ആളെ പുറത്തെത്തിക്കാൻ സാധിച്ചത്. അതെ, ഇതിൻ്റെ നമ്മളുടെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ സ്ക്യൂബ ടീമിൻ്റെ പ്രവർത്തനമാണ്. നമ്മളിപ്പം വാഹനം കുറച്ച് വാട്ടർ ലെവലിൽ ഉയർത്തിയിട്ടുണ്ടെങ്കിലും പിന്നീട് ആളെ എടുക്കാൻ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളുടെ ഹൈഡ്രോളിക് കട്ടറൊക്കെ താഴേക്ക് ഇതാക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ആളുകൾ എടുത്തിട്ടുള്ളത്. അപ്പം മലപ്പുറം സ്ക്യൂബ ടീമിന് പുറമെ നമ്മളുടെ റീജിയണൽ ഫയർ ഓഫീസർ ഷിജു സാറൊക്കെ നമ്മൾ നൈറ്റ് ഡൈവിങ്ങിന് എറണാകുളത്തു നിന്നും അക്കാഡമിയിൽ നിന്നൊക്കെ ആളെ വരുത്തണോ, കോഴിക്കോട് നിന്ന് വരുത്തണോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ നമുക്ക് ഈ വണ്ടി ഉയർത്തി കിട്ടിയപ്പോൾ തന്നെ നമ്മൾ കുറച്ചൊരു ശുഭാപ്തി വിശ്വാസമായി എങ്ങനെയെങ്കിലും നമ്മൾ എടുക്കാൻ പറ്റുന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ അവരുടെ സേവനം തേടാമെന്ന് പറഞ്ഞ് നിർത്തിക്കുകയാണ്. ഏതായാലും നമുക്ക് അധികം സമയം വൈകാതെ എടുക്കാൻ പറ്റിയത് നമുക്ക് വളരെ സന്തോഷം നൽകുന്നു. പിന്നീട് ഇത് നമ്മുടെ സ്ക്യൂബ ടീമിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ വലിയൊരു നേട്ടമായിട്ടാണ് കരുതുന്നത്. കാരണം അത്രയും വലിയൊരു റിസ്കി മേഖലയിൽ നിന്നിങ്ങനെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഇപ്പം വളരെ സന്തോഷം തോന്നുന്നു. അല്ലെങ്കിൽ ഓക്കെ താങ്ക് യു. 7 മണിക്കൂർ നീണ്ട കഠിന പ്രയത്നം എന്ന് തന്നെ പറയേണ്ടി വരും. നാട്ടുകാരുണ്ടായിരുന്നു, ജനപ്രതിനിധികളുണ്ടായിരുന്നു, സന്നദ്ധ സംഘടനയിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെ ഫയർഫോഴ്സിനോടൊപ്പം ചേർന്നിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ചേർന്നതോടുകൂടിയാണ് ഈ ദൗത്യം പൂർത്തീകരിക്കാൻ സാധിച്ചത്. നിർഭാഗ്യവശാൽ പ്രിയപ്പെട്ട മുസ്തഫയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. എങ്കിലും വെല്ലുവിളികളെ മറികടന്ന ആ ദൗത്യം പൂർത്തീകരിക്കാൻ ഫയർഫോഴ്സ് ഉൾപ്പെടുന്ന സംഘത്തിന് സാധിച്ചു എന്നുള്ളതാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുപൂറിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ മലപ്പുറം.